ഹായ്. ഇന്ന് പൊന്നൂസിന്റെ ഫിഫ്ത്തിലേക്കുള്ള അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ദിവസമാണ് അല്ല പൊന്നൂസെ? ആ, ഇന്ന് പൊന്നൂസിന്റെ ഫിഫ്ത്തിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ദിവസമാണ്. പൊന്നൂസ് ഫോർത്തിലായിരുന്നു. ആ സ്കൂളിൽ തന്നെയാണ് അഡ്മിഷൻ എടുക്കുന്നത്. അവൾ പഠിക്കുന്നത് JDT-ലാണ് അല്ലേ? JDT-ലല്ല. അപ്പൊ JDT തന്നെയാണ് അഡ്മിഷൻ എടുക്കുന്നത്. അപ്പൊ ഫോർത്ത് കഴിഞ്ഞ ഫിഫ്ത്തിലേക്ക് പുതിയ അഡ്മിഷൻ എടുക്കണം. അപ്പൊ ഇന്ന് നമ്മൾ പൊന്നൂസിന്റെ അഡ്മിഷൻ എടുക്കാൻ പോവാണ് ഫിഫ്ത്തിലേക്കുള്ള. അപ്പൊ ഇന്ന് ഏതാ പൊന്നൂസിന്? ബുൾഡക്ക് എന്താണെന്നറിയില്ല. പൊന്നൂസിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്നോട് ഞാൻ പോയ സമയത്ത് എന്നോട് പറഞ്ഞത് എന്താ, മമ്മ ബുൾഡക്ക് വാങ്ങണേ എന്ന് പറഞ്ഞിട്ട് വാങ്ങിപ്പിച്ചതാണ്. അപ്പൊ രാവിലെ എണീറ്റിട്ട് എന്നോട് പറഞ്ഞു, മമ്മ വിശക്കുന്നു, എനിക്ക് ബുൾഡക്ക് വേണം. വിശക്കല്ല പിന്നെ പൊന്നൂസിന്റെ ഓരോ കുസൃതിയാണ് കേട്ടോ അത്. വിശക്കണു. അപ്പൊ എന്നോട് പറഞ്ഞു ബുൾഡക്ക് മതിയെന്ന് അല്ലേ? പൊന്നു ബുൾഡക്ക് മതി എന്നല്ലേതാ. ചോപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. കൊഞ്ചൊരു ചോപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് കഴിക്കാൻ അറിയാം. കൂടുതൽ കഴിക്കാൻ അറിയാം മുത്തുവിനാണ്. ലക്കീബിന് മുത്തുവിനും ഒരുപോലെ കഴിക്കാൻ അറിയാം. ഉളക്കാക്കനെ പറയാത്തതിനെ കൊണ്ട് പറഞ്ഞതാണ്. റക്കീബാണ് മുത്തുവിന് പഠിപ്പിച്ചു കൊടുത്തത്. അതെപ്പോഴായിരുന്നു? അതിന്റെ ഇടയ്ക്ക് കോൾഡും ഉണ്ട്. എന്റെ തൊട്ടടുത്ത് എന്റെ ഷോളിലാണ് ഇരുന്ന് തുടയ്ക്കുന്നത്. രണ്ടുപേരും ഭയങ്കര അലർജിന്റെ ആൾക്കാരാണ് കേട്ടോ. ഞാനും പൊന്നൂസും ഭയങ്കര അലർജിയാണ്. ഞങ്ങൾക്ക് ചൂടൊട്ടും പറ്റൂല. പിന്നെ അതുപോലെ തന്നെ വെയിൽ കൊള്ളാൻ പറ്റൂല. എന്തൊക്കെ ഒരു പ്രശ്നങ്ങളാണ്. അലർജി എങ്ങനെയൊക്കെയാണ് വരുന്നത് നമുക്ക് തന്നെ അറിയില്ല. തുമ്മി 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 ഒരു വിധാവും. അതാണ് നമ്മളെ പ്രശ്നം. അപ്പൊ അതാ കഴിക്കുന്നുണ്ട്. വാ വേഗം കഴിക്കി പോണ്ടേ. അപ്പൊ ഇന്ന് നമ്മളെ പൊന്നൂസിനെ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ്, ഇന്ന് നമ്മളെ ലൈഫിൽ എന്തൊക്കെയാണോ രാത്രി വരെ നടക്കുന്നത്, അപ്പൊ അതൊരു വ്ളോഗായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇന്നത്തെ രാത്രി വരെയുള്ള എന്താണ് ഹൗ ന്യൂ ഇസ് യുവർ ന്യൂ. അങ്ങനെ ഞാൻ ഈ വ്ളോഗിന്റെ എന്തോ പേര് പറഞ്ഞതാന്നാ ഞാൻ വിചാരിച്ചത്. അപ്പൊ കാണാം. വാ വേഗം വാ, കുളിക്കണ്ടേ? 9 മണിക്ക് സ്കൂളിൽ എത്തണം. ഓക്കെ, ഇപ്പൊ സമയം 7 മണിയായി. കുളിക്കഴിഞ്ഞ് ഡ്രസ്സൊക്കെ 9 മണിക്ക് എത്തണമെന്ന് പറയണേ. ഒന്ന് പോവോ? ഗ്രൂപ്പിൽ വന്നത് 9 മണിക്ക് എത്തണം എന്നാണ്. 9 മണിക്ക് എത്തി. ഇന്ന് തുടങ്ങും. നമുക്ക് നേരത്തെ കഴിഞ്ഞാൽ അത്രയും നല്ലതല്ലേ? ഈ കളി കണ്ടിട്ട് എല്ലാരും പറയും പൊന്നൂസിന് കുറച്ച് ഷോ ഓഫ് ആണ്. ഇല്ല കേട്ടോ, അങ്ങനെയൊന്നുമില്ല. അപ്പൊ വേഗം കൊടുത്തിട്ട് ഫുഡ് കൊടുത്തിട്ട് കുളിക്കാൻ വേണ്ടി പോട്ടെ. കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മൾ വരാട്ടോ. അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് നമ്മുടെ വ്ളോഗ് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കാൻ വിട്ടുപോയി അല്ലെ പൊന്നു? ഗൈസ്, എനിക്ക് അങ്ങനെ വീഡിയോ ഒന്നും എടുത്ത് ശീലമില്ല. അപ്പം ചിലവർ പറഞ്ഞു ഇങ്ങനെ പ്രൊഫഷണൽ കമന്റ് വന്നു. ഒരാളെ കമന്റ് വന്നത് കണ്ടു, ഇങ്ങനത്തെ വ്ളോഗ് മതി, അധികം പ്രൊഫഷണൽ ആയിട്ട് വേണ്ട, നല്ല രസമുണ്ട് വ്ളോഗ് കാണാനെന്ന്. ചിലവർക്ക് ഇഷ്ടപ്പെടുന്നു ഉണ്ടാവായിരിക്കും, ചിലവർക്ക് എന്തെങ്കിലും തെറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എൻ്റെ അടുക്കതാ കഴിക്കുന്നുണ്ട്, ഡാൻസും കളിക്കുന്നുണ്ട്. എവിടെ? എനിക്കറിയില്ല. കൊച്ചിത്തെ യുവറാണിയാ? ഹോളിഡേ ഇന്നോ? റാഡിസം ബ്ലൂവാ? എപ്പോഴും പറയുന്ന സ്ഥലം ലുലുവിന്റെ അടുത്തുള്ള ഏത് സ്ഥലം? ഓ, ഗ്രാൻഡ് ഹയാത്തില്. അയ്യോ, മമ്മക്ക് അതൊന്നും ഇപ്പൊ കഴിക്കും കേട്ടോ. പൊന്നൂസിന്റെ ഭയങ്കര വലിയ ആഗ്രഹമാണ് ഗ്രാൻഡ് ഹയാത്തിൽ ഒരു ദിവസം നിക്കണോന്ന്. ഞാൻ ഗ്രാൻഡ് ഹയാത്തിൽ പോയിട്ട് അവിടെ വേറെ പോയിട്ട് ഒരു കപ്പ് നൂഡിൽസ്. ഓ, അത് വേറെ ഒന്നും ഉണ്ടല്ലേ. ടീയക്കുട്ടി ഹയാത്തിൽ പോയിട്ട് ലുലു പോയി ഒരു കപ്പ് നൂഡിൽസ് വാങ്ങിച്ച് റൂമിന്റെ ഉള്ളിൽ നിന്ന് കഴിക്കുന്നത് അവള് കണ്ടു. അതുകൊണ്ടാണ് അതുപോലെ ചെയ്യണമെന്ന് പറയണം. അമ്മ ഒരു ദിവസം എന്തായാലും ഇൻഷാ അല്ലാഹ് മമ്മയില് പൈസ ഒക്കെ വരണ
ഒരു ദിവസം എന്തായാലും ഒരു ദിവസം നിൽക്കണമെങ്കിൽ ഭയങ്കര പൈസ ആണ് അവിടെ. ഒരാൾക്കൊന്നല്ല, ഒരു ദിവസത്തെ റൂമിന് എത്ര 25,000 അങ്ങനെ എന്തോ ഉണ്ട്. അത്രയൊക്കെ കൊടുക്കാനുള്ള ഒരു പ്രാപ്തി ആവുമ്പോ നമുക്ക് പോവാം. നിങ്ങളോട് കാര്യം ഓക്കെ. എന്തെങ്കിലും വ്ളോഗിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയാൻ മറന്നു പോകുന്നത്. എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ എന്തായാലും മാറ്റം വരുത്താം. എനിക്ക് അധികം ഇതിലുള്ളത് കാര്യങ്ങളൊന്നും അറിയില്ല. കറണ്ട് പോയി എൻ്റെ അടുക്ക്, അതാണ് ഉമ്മാന്ന് പറഞ്ഞത്. അപ്പം എനിക്കധികം എന്താ പറയുക എഡിറ്റിങ് കാര്യങ്ങളാവുന്നില്ല. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കാം, അപ്പം ഇടാം, അത്രേ ഉള്ളൂ. പിന്നെ പൊന്നൂസിന്റെ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളും ചെയ്യുന്നത് പൊന്നൂസ് തന്നെയാണ്. സാറ് പറഞ്ഞ് ഇനി മുതലേ വീട്ടിലൊക്കെ റോബോട്ട് വരും, മറ്റേ വൃത്തിയാക്കുന്ന റോബോട്ടൊക്കെ. അപ്പൊ ഞാൻ എന്റെ വീട്ടിലുണ്ടല്ലോ അത്. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് പറയാണ് പിന്നെ വീട്ടില് സോളാറും ഉണ്ടാവും. അങ്ങനെ ഒരുവിധം എല്ലാരും വീട്ടിലും ഉണ്ട്. അല്ല, എന്റെ സ്കൂളത്തെ ക്ലാസ് ആർക്കില്ല. അങ്ങനെ പറയരുത്. എല്ലാവർക്കും വാങ്ങാൻ പറ്റണമെന്ന് കഴിവൊന്നും ഇല്ലല്ലോ. നമ്മൾ അങ്ങനെ വിചാരിക്കരുത് കേട്ടോ കുഞ്ഞാ. ഞാൻ വാങ്ങിച്ചെടുക്കുന്ന അത് പൈസ ഉണ്ടാവും കുട്ടിക്ക് പറ്റുന്ന പറ്റുകയാണെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും ക്യാഷ് ഒക്കെ വരുമ്പോ അപ്പൊ പാവപ്പെട്ടവരെ സഹായിക്കാൻ നോക്കണം. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത് എന്തായിരുന്നു, അതിന്റെ ഇടയ്ക്ക് ഞാൻ പറയുമ്പോ ഓരോന്നും പറഞ്ഞിരിക്കുന്നു. അപ്പൊ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ പറയണം. എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ് എന്നോട് പറയണം. എനിക്ക് അറിയൂല അതൊന്നും. പിന്നെ പൊന്നൂസിനെ കൊണ്ട് പറ്റുന്ന എഡിറ്റിംഗ് ആണ് പൊന്നൂസ് എന്തായാലും ചെയ്യും. എനിക്ക് അയാളോട് ദേഷ്യം വന്നേ. ആഫ്രിക്കക്കാരില്ല, മറ്റേ ആഫ്രിക്കയിൽ കുറെ പാവപ്പെട്ടവരുണ്ടാണല്ലോ. അപ്പൊ ആദ്യത്തെ ഒരയാള് വീടിട്ടാണ് മറ്റേ ചില ആൾക്കാര് പഠിപ്പിക്കുന്നുണ്ടല്ലോ ആഫ്രിക്കയില്. അപ്പല്ലേ അയാൾ പറയാണ് കഷ്ടപ്പെട്ട് പഠിക്കാതിരുന്നതാണ്, ഇയാൾക്ക് എന്താ പഠിപ്പിക്കാനുള്ള അറിയാന്ന് ചോദിക്കുമ്പോഴും അവർക്ക് അങ്ങനത്തെ വിചാരം വരുമ്പോഴും എന്തിനാ പഠിപ്പിക്കുന്നതെന്ന്. അത് ഓരോരുത്തർക്കും ഓരോ ഇതല്ലേ. ഓക്കെ ഓക്കെ. ഈ ആളില്ലേ ഇങ്ങനെ ഇരുന്നോട്ടെ. ഈ ആളെ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ഈ ആളെന്നാട്ടോ ചെയ്യുന്നത്. എനിക്കൊരു ABCD അറിയില്ല. ഇപ്പൊ വോയിസ് ഓവർ ഉണ്ടല്ലോ, അപ്പൊ ഞാൻ വീഡിയോയിൽ ഇപ്പൊ ഞാൻ തന്നെയാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല. കിഡ്സ് വോയിസ് ഓവർ കൊടുക്കുമ്പം ഒരു യൂട്യൂബിൽ അത്ര ഇതുണ്ടാവില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ തന്നെയാണ് ഇപ്പോൾ വോയിസ് ഓവർ. എനിക്ക് ആ വോയിസ് ഓവർ പോലും എങ്ങനെയാ കൊടുക്കാന്ന് അറിയില്ല. പറഞ്ഞ നാളിതാ ഈ ചോട്ടാ എടുക്കാണ് കേട്ടോ. അപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് വോയിസ് ഓവർ കൊടുക്കണതൊക്കെ പഠിപ്പിച്ചെന്ന്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഓരോന്നും ഇത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊന്നും എന്നോട് പറയണ്ട, വോയിസ് ഓവർ മമ്മ കൊടുത്തോളാം, ബാക്കിയുള്ള കാര്യങ്ങൾ ഈ എന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. നോക്ക് സ്റ്റൈലാക്കുന്നേ. വാ കുളിക്കപ്പോ പെട്ടെന്ന് വാ. ഹലോ, എന്തേ ഈ ഡാൻസ് നിർത്തി? സമയം എത്രയും വല്ല നിശ്ചയുണ്ടോ? ഇതുപോലത്തെ വട്ടുകളിയുള്ള കുട്ടികൾ നിങ്ങളെ വീട്ടിലുണ്ടോ? എല്ലാ കുട്ടികളും ഇതുപോലെ തന്നെ ആയിരിക്കുമല്ലേ? ഞാൻ ചോദിക്കുന്നതിന് വെറുതെ അർത്ഥമില്ലല്ലോ അല്ലേ. വാ വാ വാ, മമ്മ മുടി കെട്ടിത്തരാം. കഴുത്തിലൊന്നും ഇട്ടിയില്ല. ഇതവിടെ വെച്ചെന്തിനാ ഞാന്? പൊന്നു ഇതിലേക്ക് വാ, മമ്മട്ടരാം. ഇതിനെ മാറ്റിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞ സമയത്ത് എന്തായാലും എത്തൂല, അതാണ് പ്രശ്നം. ഇതെന്താ അവസ്ഥ? ഇതെന്താ കുഞ്ചു? ഷോളല്ലത് അല്ല, എന്റെ ലവിന്റെ മാലയാണ് ഇടുന്നത്. കാണിച്ചു കൊടുക്ക്. ലവും ഇങ്ങനത്തെ ഇതുള്ളതും നമുക്ക് ഇടാം. അത് ഇടാൻ പോവാണ്. ഇതെല്ലാവർക്കും അറിയാലോടാ. ഇതിന് ശരിക്കും നൊസ് തന്നെ പറയും. നിങ്ങളവിടെ നൊസ്സിന് എന്താ പറയാ? നമ്മള് കോഴിക്കോട് നൊസ് എന്ന് പറയും. വട്ടുള്ളതിന് നൊസ് എന്ന് പറയും. നൊസ് എന്ന് പറയുന്നത് പ്യോ വട്ടിനല്ല, ഒരു തമാശ രീതിയിലൊക്കെ നൊസ് എന്ന് പറയും. നോക്ക് മോന്ത വെക്ക്. എന്റെ കുട്ടീന്റെ മോന്ത നല്ല സുന്ദരി മുഖല്ലേ പൊന്നു. തല്ലിട്ടുണ്ട് അടുത്തൊന്നും കൈ കാട്ട്. ഫോൺ അവിടെ വെക്ക്. ഇത് വെള്ളം കെട്ടിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ ഞാൻ എന്റെ മമ്മ മുടി കെട്ടുന്ന കാണിച്ചതാ. അതെന്തിനാണാവോ? അതെന്തിനാ? എല്ലാവർക്കും മുടി കെട്ടാറിയില്ലേ? ഇല്ല. ഒന്ന് പോന്നു.
അങ്ങനെ ഗൈസ് എന്റെ മമ്മ ഒരു മാസ്റ്റർ പീസ് റെഡിയാക്കിണ്ട്. ഒരു മാസ്റ്റർ പീസോ? ഞാൻ അടുത്ത മാസ്റ്റർ പീസ് റെഡിയാക്കണ്ട. അടുത്ത മാസ്റ്റർ പീസ് അല്ല, പൊന്നൂസിലില്ലേ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കുക. ഇങ്ങനെ ഇതാ ഈ ഒരു ലെവലിൽ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നല്ല ഭംഗിയായിരിക്കും. അപ്പം മാസ്റ്റർ പീസ് അല്ല, എനിക്ക് അങ്ങനെ അങ്ങോട്ട് മുടി കെട്ടാനൊന്നും അറിയില്ല. അപ്പം ഇന്റേതായ സ്റ്റൈലിൽ ഇങ്ങനെ കെട്ടിയത്. അത് പിടി കാണിച്ചോ. 2 ഭാഗം കെട്ടിയിട്ട് കാണിച്ചു കൊടുക്കാം കുഞ്ഞ. അതല്ല നല്ലത്. 2 ഭാഗം കെട്ടി സുന്ദരി കുട്ടിയായതിനു ശേഷം കാണിച്ചു കൊടുക്കാം. അതല്ല നല്ലേ. അങ്ങനെ ഗൈസ് 2 മാസ്റ്റർ പീസ് മമ്മ കംപ്ലീറ്റ് ആക്കി. എന്റെ മാസ്റ്റർ പീസ് കംപ്ലീറ്റ് ആക്കിയ രസമായിട്ടോ. പൊന്നൂസിന് ഇങ്ങനെ കെട്ടിയിട്ട് നല്ല മുഞ്ചില്ലേ ഇങ്ങനെ നല്ല സുന്ദരി. ഈ ബ്യൂട്ടി സ്പോട്ട് കാണും. ഓ ഇതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ ഇറുക്കിക്കാളും കണ്ടോ. അധികം വാ തുറക്കണ്ട. ഈ ബ്യൂട്ടി സ്പോട്ട് കാണണ്ട. ഓൾറെഡി അവൾക്ക് അവിടെ ഒരു പൊന്നോ ഓൾറെഡി അവൾക്ക് അവിടെ ഒരു ഇതേപോലത്തെ എന്റെ ഫേസിലുണ്ടല്ലോ ക്യൂട്ടി സ്പോട്ട് ഉള്ളത്. അത് ക്യൂട്ടി സ്പോട്ടാ. ക്യൂട്ടി സ്പോട്ട് പിന്നെന്താണോ എന്തെങ്കിലും ഒരു സ്പോട്ട്. എന്റെ അമ്മ എനിക്കിവിടെ കുരു വരുന്നുണ്ടല്ലോ പഠിച്ചവനെ. അപ്പൊ ഓൾറെഡി ഇവിടെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഇതുണ്ട്, കുത്തുണ്ട് അവക്ക്. അതിന്റെ മേലെ ഒരു ഐലർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടുങ്ങിയ നിക്ക് പൊന്നു ഐലർ വെച്ചിട്ട് ഇങ്ങനെ ഒരു കുത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കും. അന്ന് ഒറിജിനൽ കുത്താണ്. എല്ലാരും വിശ്വസിച്ചില്ല ഒറിജിനൽ ആണ്. ഇനി മമ്മ മാറ്റട്ടെ. മമ്മ മാറ്റിയിട്ടുണ്ട്. ഞാൻ മുടി കൂടി കെട്ടാനുള്ളു, ബാക്കി പണി കഴിഞ്ഞ്. ഓക്കെ ഇതൊക്കെ പോണ വഴിയില് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് സിപ്പപ്പ് നോക്കട്ടെ. അത് കൊടുത്തിട്ടാ വരണേ. വീട്ടിന്റെ അടുത്തുള്ളവർക്ക് കൈ അടിച്ചു കൊടുക്ക പോണത്. പോവാ വീടാ. എല്ലാരും വിചാരിക്കും പൊന്നൂസിന് നോമ്പില്ലാന്ന്. അത്തായ കള്ളത്തി വിളിക്കാൻ പാടില്ല. ചുമ്മാ നോമ്പില്ലാത്തവരെ വിളിക്കുന്ന പേര് അത്തായ കള്ളത്തി. ആയിക്കോട്ടെ അതാ നല്ലത്. നമുക്ക് വിടാ. എന്നാ നടക്ക്, ലേറ്റ് ആയി. ഒരു കാര്യം പറയാൻ പറഞ്ഞേ. ഈ മമ്മ കുപ്പാൻ കണ്ടോ നിങ്ങള്? ഇത് മമ്മ ബാങ്കോക്ക് വാങ്ങിച്ചാട്ടോ. 10,000 രൂപയാ. ഇത് നിങ്ങൾക്ക് എത്ര രൂപയാന്ന് ഗസ് ചെയ്യാൻ കഴിയോ? 10,000 രൂപ ഞാൻ പറഞ്ഞു മുന്നോ. നിങ്ങൾ ഓരോ ചിന്തിച്ചു കൂട്ടടാ. ഇതിന് വെറും 490 രൂപയുള്ളൂ ഗൈസ്. 90 നാട്ടിക്കല്ല ആൾക്കാരെന്താ വിചാരിക്കുക. ഈ മഞ്ഞൾ ഈ മനോഹരമായ കുപ്പായം വെറും 90 എന്നൊക്കെ പറയുമ്പോ തല പൊട്ടി തെറിക്കുന്നോ? തല പൊട്ടി തെറിക്കുക. അതെന്താണോ തല പൊട്ടി തെറിക്കുന്നേ? ശരി, എന്നാ വെറും 90 റുപ്പീസേ ഉള്ളൂ. നമ്മള് ഒരു സ്ഥലത്ത് ബാങ്കോക്കിൽ ഒരു സ്ഥലത്ത് പോയപ്പോ വാങ്ങിച്ചതാണ്. ഇതേ സെയിം തന്നെയാണ് താഴത്. പാന്റ് മാതിരിയല്ല, ഒരു സ്കേർട്ട് മാതിരിയാണ് താഴെ ഉള്ളത്. രൂപയല്ലുള്ളൂ. അടിപൊളി സാധനം. നല്ല കൈയൊക്കെ അങ്ങനെ നീണ്ട് ഒരു ഇത് പാവാട ഉണ്ടായിരുന്നു. നല്ല രസമുണ്ട്. മറ്റേ ഡിസൈൻഡ് പൊന്നൂസിന്റെ സ്കൂളിലെത്തി. ആളില്ലേ സ്കൂള് കണ്ടിട്ട് സ്റ്റക്കായിട്ട് ഇപ്പൊ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാനുണ്ട്. ഫോട്ടോ സ്റ്റാറ്റ് എടുക്കണം. ആധാറിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഫോട്ടോ സ്റ്റാറ്റ് എടുക്കണം. അപ്പൊ അത് എടുത്തിട്ട് വേണം പോവാൻ. പൊന്നൂസിന്റെ സ്കൂളിൽ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഗൈസ് ഇതാ ഫോട്ടോ സ്റ്റാറ്റ് ഒക്കെ എടുത്തു. ഞങ്ങളിതാ സ്കൂളിലേക്ക് പോകാണ്. അങ്ങനെ ഇതാണ് വണ്ടി. അങ്ങനെ ഇതാണ് നമ്മളെ പൊന്നൂസിന്റെ സ്കൂള്, ചേടിറ്റി ഇസ്ലാം. ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ നമ്മള് 5th അഡ്മിഷൻ എവിടാന്ന് ചോദിക്കട്ടെ എല്ലാരോടും. അപ്പൊ അത് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ഗൈസ് എന്റെ 5th ഉള്ള അഡ്മിഷൻ ഒക്കെ കിട്ടിയിട്ടോ. അപ്പൊ ഞാൻ 5th E-ലാണ്. കണ്ടില്ലേ അമ്മ? നോക്ക്, ഞാൻ ചെടി നോക്കട്ടെ. ഗൈസ് മമ്മ ചെടി പ്രാന്താണ്, അതുകൊണ്ടാണൊന്നും വിചാരിക്കരുത് കേട്ടോ. ചെടി പ്രാന്ത്. മമ്മ എനിക്ക് ചൂടിട്ട് എനിക്ക് തല ഇറങ്ങണേ. ഇന്നപ്പോ പോണ്ട, ഫുഡ് അയക്കണമെന്ന്. പിന്നെ ഒരു മനുഷ്യൻ തല ഇറങ്ങി വീക്കാൻ പോയ നോമ്പ് എന്നാ മതി, പിന്നെ ചെടി വാങ്ങിക്കാം. എന്തെങ്കിലും വാങ്ങിത്തരാം. നോമ്പ് കാലത്ത് ഇതാ കണ്ട കരിമ്പ് ജ്യൂസ് കുടിക്കാം. എന്റെ പൊന്നൂസ് ദാഹിച്ചിട്ട് പാവോ. അഡ്മിഷൻ എടുത്തതിന്റെ കാര്യങ്ങളാണ് ഉമ്മനോട് വന്നിട്ട് പറയാ. അല്ല
പഴം തരട്ടെ? ആ. ആകെ ഒരു കരിമ്പ് ജ്യൂസാ കുടിച്ച് വന്നതോള്. വാ, എന്നിട്ട് നമുക്ക് പുറത്ത് പോവാം. ഓക്കെ, ഏതാ നമ്മള് പുറത്ത് പോയി നോമ്പ് തുറക്കാനുള്ള പരിപാടിയിലാണ്. നമ്മൾക്ക് ഡ്രസ്സൊക്കെ ഒന്ന് അടിക്കാം, നമ്മക്ക് റെഡിയാക്കാം. പോവാ. സമയം 6 മണിയായി. 6 മണിയായിട്ടുണ്ട്. പുറത്തുനിന്നാണ് ഇന്ന് നോമ്പ് തുറ. ദിവസം നേരത്തെ ഇട്ട് ഡ്രസ്സെല്ലാം മാറ്റി എന്നോട് പറഞ്ഞു അത് രാത്രി ഇടാന്ന് പറഞ്ഞിട്ട് അയച്ചു വെച്ചു. അയ്യോടോ, ഇത് പിടിക്കാൻ എന്നെ ഏൽപ്പിച്ചതാ. വാ, കാറിലേക്ക് പോവാം. നല്ല കോൾഡാ പൊന്നൂസിന്റെ പ്രശ്നം എന്താണെന്നറിയോ? എനിക്കുള്ള പ്രശ്നമാണ്. ഒന്ന് വൈകിട്ട് വന്നൊന്ന് ഒരു ഉച്ച ടൈമിലൊക്കെ ഒന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് വൈകിട്ട് എണീറ്റ് കഴിഞ്ഞാൽ ചെറിയൊരു കോൾഡ് വരും. എനിക്കിന്ന് എന്തോ കോൾഡ് വന്നിട്ടില്ല. പൊന്നൂസിന് നല്ല കോൾഡാ. ഫേസൊക്കെ ഇട്ടാ നല്ല കോൾഡ് ഇല്ല, ചെറുതായിട്ടേ ഉള്ളൂ കേട്ടോ. നല്ല കോൾഡ് ഇല്ല എൻ്റെ കുട്ടിക്ക്. നമുക്ക് പോകാം. 6 മണി. വാ അമ്മ, വാ. അത് അമ്മ വരുന്നതാ. നമ്മളിതാ പുറത്തുനിന്നാണെന്ന് നോമ്പ് തുറന്നത്. പുറത്ത് നോമ്പ് തുറക്കാൻ നോമ്പൊക്കെ തുറന്ന് ഞാനും തുറക്കട്ടെ. നല്ല അരിക്കഞ്ഞി, ജ്യൂസ്, സദവത്തൊക്കെ കഴിക്കുന്നത്, സമൂസ, ഉന്നക്കായി, ചട്ടിപ്പത്തി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മള് നോമ്പ് തുറക്കാൻ വാങ്ങിയത് ഷവർമ്മ. അതാ 2 ഷവർമ്മ വാങ്ങിച്ചു. പിന്നെ നല്ല പെരി പെരി മന്തി. എനിക്ക് പെരി പെരി മന്തി ഇവിടുത്തെ ഒക്കെ ആവും. എനിക്ക് ഇവിടുത്തെ ഷവായ മന്തി വേണം. ഞാൻ പിന്നെ ഷവായ മന്തി വാങ്ങിച്ചു. കഴിക്കില്ല, നമ്മൾ 4 പേരും എല്ലാം ഷെയർ ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കും. നമ്മൾ കഴിക്കട്ടെ കേട്ടോ. നമുക്കതാ നോമ്പടിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ്. പൊന്നൂസ് ഭയങ്കര ടയേർഡാ. അത്താഴക്കള്ളത്തി അങ്ങനെ ഫുഡെല്ലാം നമ്മൾ ഓൾമോസ്റ്റ് കാര്യമായി. മന്തി വീണ്ടും ഇടിച്ചിട്ടില്ല, കാരണം വീട്ടിൽ സ്ഥലമില്ലായിരുന്നു. നമുക്ക് വീട്ടിൽ പോയിട്ട് ഉറങ്ങാം. കുറച്ചും കൂടി പണി. പൊന്നൂസ് കണ്ടില്ല, ഇങ്ങനെ കുത്തിരിക്കും ഭക്ഷണം കഴിക്കുക. ഇതാണ് ഇവളെ സ്വഭാവം. അല്ലേ കുഞ്ഞ? അല്ലേ? കാലിങ്ങനെ വാങ്ങി വെക്കുള്ളൂ, പക്ഷെ തിന്നാൻ ബുദ്ധിമുട്ടാണ്. അത് ഈ തിന്നെ വേണം കേട്ടോ. തിന്നെ വേണം. പിന്നെ ഈ കഴിക്കന്നെ വേണം. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനും വേണ്ടി ഇവിടെ വന്നതാണ്. അപ്പൊ അതാ ഇയാള് ഇറപ്പിക്കുന്നുണ്ട്. എല്ലാത്ത വർക്കിക്കണ്ട കണ്ടോ കളിച്ചു കൂട്ടുന്നത്. ഇതാണ് ഇവളെ കളി. കുറച്ചു നേരം ഇരിക്കാൻ പറ്റില്ല ഇവളെ കൊണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചതിനെ കൊണ്ട് വീട്ടിലൊന്നും ഉണ്ടാക്കിയില്ല. നോമ്പ് തുറക്കാലൊക്കെ പുറത്തുനിന്നായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് വീട്ടിലൊന്നും ഉണ്ടാക്കിയില്ല. അപ്പൊ നമ്മൾ അത്താഴത്തിന് ബിരിയാണി പാർസൽ വാങ്ങിച്ചതാണ്. 3 ബിരിയാണി പാർസൽ അയച്ചു. നമ്മൾ 4 പേരെ ഉള്ളു ഇപ്പൊ ഇന്ന് ഇവിടെ വീട്ടില്. അതുകൊണ്ട് 3 ബിരിയാണി പാർസൽ വാങ്ങിയത്. പൊന്നൂസ് ഒരു ബിരിയാണി ഒന്നും കഴിക്കൂല, അതുകൊണ്ട് നല്ല ബീഫ് ബിരിയാണി. ഇന്ന് അത്താഴത്തിന് നല്ല ബീഫ് ബിരിയാണിയാണുള്ളത്. അപ്പൊ നമ്മൾ എന്തായാലും അത്താഴം കഴിക്കട്ടെ. ഓക്കെ, കുഞ്ചൊന്ന് നോമ്പ് പിടിക്കണ്ടെന്നാ പറയുന്നത്. ഇതാ ഇരുന്ന് അത്താഴം കഴിക്കാൻ. ബിരിയാണി അതിൽ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഉമ്മ പ്ലേറ്റിലോടുത്ത് കുഞ്ചു നോമ്പ് പിടിക്കില്ലേ? ഓക്കെ, നാളെ സൺഡേ ആണ്. എന്നെക്കൂടെ നോമ്പ് പിടിപ്പിക്കുന്നുണ്ട് അവളെ കൊണ്ട്. ഹലോ, എഴുന്നേക്ക്, ഉറങ്ങണ്ടേ? വാ വാ വാ, അത്താഴം വെച്ചിട്ട് കിടക്കാം. എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്താണ്. പൊന്നൂസിന് നല്ല ഉറക്കം വന്ന്. ഇന്ന് ഉറങ്ങിയിട്ടില്ല ശരിക്കും പറയുകയാണെങ്കിൽ. അതാ ചൂടെടുക്കുക, താഴത്തുനിന്ന് വന്നിട്ട് ചൂടെടുക്കുന്നുണ്ടാക്ക്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്താൻ മറക്കല്ലേ. അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വേഗം പറഞ്ഞ് നിർത്താണ്. നമ്മള് വ്ളോഗ് ഇഷ്ടപ്പെട്ടോ നോക്കി? നമ്മള് വ്ളോഗ് ഇഷ്ടപ്പെട്ടോ? നല്ല ഉറക്കം വന്നിട്ടുണ്ടാക്കി. എന്തായാലും ഉറങ്ങട്ടെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട്. എന്തായാലും ഇതിപ്പം നാളെ സൺഡേ ആണ്. നാളാണ് പുനസ് നോമ്പ് പിടിക്കുന്നത്. അത് കിടന്ന് എന്തായാലും അത്താൻ വെച്ചിട്ടെ കിടത്തിച്ചാളട്ടെ. ബൈ. അപ്പോൾ നാളെയാണ് സൺഡേ ആണ് നോമ്പ്. അപ്പം ഞാൻ സൺഡേ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അത് സൺഡേ അല്ല ഞാൻ അപ്ലോഡ് ചെയ്യലുണ്ടാവും. മിക്കവാറും വെനസ്ഡേ അല്ലെങ്കിൽ എന്താ പറയുക ട്യൂസ്ഡേ ആയിരിക്കും. അപ്പോൾ വാ പൊന്നു വാ. എന്തായാലും ബൈ.